ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. ഏട്ടൻ പോകാനായി കേട്ടോ, ഏട്ടൻ പോകാനായതു. അപ്പോൾ നമ്മൾ പോണതിന് മുന്നേയായിട്ട് കുഞ്ഞൊരു ഷോപ്പിംഗ് നടത്താൻ വിചാരിച്ചു. നിത്യന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. അതിനുവേണ്ടി നമ്മൾ പാലക്കാട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതിൻ്റെ ഒരു കുഞ്ഞൊരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ, അവരൊക്കെ റെഡി ആവാൻ പോകണു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് അവർക്ക് പോണ വഴിക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്തിരിപ്പാലം എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ നിത്തു ഫുൾ മിഠായിയൊക്കെ മേലക്കൂടെ ഫുൾ അലങ്കോലമാക്കി. അവളുടെ മേലെയൊക്കെ ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ രഞ്ജേട്ടൻ ഇറങ്ങിയിട്ട് അവൾക്ക് തുടച്ചു കൊടുക്കാൻ വേണ്ടി ബാക്ക് പോയതാട്ടോ. അതാ വണ്ടി നിർത്തിയത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾ പാലക്കാടാട്ടോ മെയിനായിട്ടും പോവുക. എനിക്ക് കൂടുതലും പാലക്കാട് പോയി ഡ്രസ്സ് എടുത്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. കാരണം എനിക്ക് ഒറ്റപ്പാലം എനിക്ക് എങ്ങനെ എടുക്കേണ്ടതെന്നൊരു ഐഡിയ ഒന്നുമില്ല. കൂടുതലും ചെറുപ്പം മുതലേ പാലക്കാടാണ് ഞങ്ങൾ പോയി എടുക്കാറ്. അപ്പോൾ എപ്പോഴും പാലക്കാട് പോയാൽ അതിൻ്റെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തൊരു സംതൃപ്തി ആവുള്ളൂ. പക്ഷേ ഞങ്ങൾ പോണത് സ്റ്റുഡിയോയിലോട്ടാട്ടോ നേരെ പോണത്. ഇവിടെ കാഷ്വലായിട്ട് ഇടാനാണ്, ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ മാക്സ്, ഇവിടെ പോണ വഴിക്ക് തന്നെ മാക്സ് ഉണ്ട്. കണ്ടോ, മാക്സ് അവിടെ കണ്ടോ. പക്ഷേ മാക്സിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറാനുള്ള ടൈമേ ഉണ്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിധി കരയാൻ നിൽക്കും. അവൾക്ക് ടൈം ആകുമ്പോൾ അവൾ കരയും. അതുകൊണ്ട് പിന്നെ ഒന്നുമില്ലെങ്കിൽ സ്റ്റുഡിയോ, ഒന്നുമില്ലെങ്കിൽ മാക്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നേരെ സ്റ്റുഡിയോയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക, സസിയാവും പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് മാക്സിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം നിധിൻ്റെ ക്ഷമ തെറ്റും, പിന്നെ നിധി കരയും. പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയ ടൈമിൽ എന്താ അറിയില്ല, ഞങ്ങൾ ഒരു 3-4 മണിയൊക്കെ ആ ടൈമിലാണ് പോയത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലോട്ട് പോയി. നിത്തു ആണെങ്കിൽ ഫുൾ ഓട്ടമാണ്. ഓരോ ഡ്രസ്സ് പറയുമ്പോൾ അവൾ എൻ്റെ ഈ ഡ്രസ്സ് അയച്ചതായോ, എനിക്ക് ആ ഡ്രസ്സ് ഇട്ടതായോ പറഞ്ഞിട്ട് ഒരേ ബഹളമായിരുന്നു. ഡ്രസ്സ് മാറ്റി താ പറഞ്ഞിട്ട് ഒരേ പിന്നാലെ നടന്ന് ഒരേ ബഹളമായിരുന്നു. അങ്ങനെ അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. എനിക്ക് ചെരുപ്പ് നോക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നായില്ല ചെരുപ്പ്. എന്നിട്ട് ഞാൻ ചെരുപ്പ് എടുത്തില്ല. സത്യം പറഞ്ഞാൽ ചെരുപ്പ് എടുത്തില്ല. ചെരുപ്പ് വാങ്ങണം പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല കണ്ടിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നിധി കരയാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് വെറും 2 ടീഷർട്ട് വേഗം എടുത്തു. ട്രയൽ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ എടുത്ത് വേഗം ബില്ല് ചെയ്യാൻ പോയി. ഇവളെ കരയാൻ തുടങ്ങി. അവളുടെ ക്ഷമയൊക്കെ തെറ്റി. അങ്ങനെ ഏട്ടൻ ബില്ലിങ്ങിലോട്ട് പോയി. ഞങ്ങളങ്ങനെ സാധനമൊക്കെ മേടിച്ച് അങ്ങനെ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും 4:30 ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ ഏട്ടൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ടാട്ടോ പോണത്. അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ നൈറ്റ് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇവിടുന്ന് അടുത്താണ്, കുറച്ച് ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളായിരിക്കും കല്ലേപ്പുള്ളി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. വേറെ എവിടെയും കയറുന്നില്ല. കാരണം നിധിയുടെ ക്ഷമയൊക്കെ തെറ്റി അവൾ കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഇനി കാറിൽ കയറി നേരെ പോകാമെന്ന് വെച്ചു. ഞങ്ങൾ വന്ന ടൈമിൽ എന്താണെന്നറിയില്ല, തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയായിരുന്നു, ഇവളുടെ കരച്ചിലും ബഹളവും എല്ലാം കൂടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ പോകണ്ടോ. ഇതിനെ തന്നെയാണ് നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്കും പോണത്. അപ്പോൾ നേരെ നമ്മൾ കോട്ടൻ്റെ ആ സൈഡിലൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. മെയിനായിട്ട് അവിടെ പോകാൻ കാരണം അവിടെ അമ്മമ്മ ഇതുവരെ നിധിനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നിധിനെ കാണാൻ പോണത് പാലക്കാടല്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ്, വയസ്സായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അമ്മമ്മനെ കാണാൻ വേണ്ടി മെയിനായിട്ട് അതുകൊണ്ടാണ് പോണത്, അമ്മമ്മയ്ക്ക് നിധിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീടെത്താറായി. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ കല്ലേപ്പുള്ളി എത്തും. കല്ലേപ്പുള്ളിയാണ് ഏട്ടൻ്റെ അമ്മമ്മയുടെ വീട്. അവിടെ നിന്ന് നേരെ നമ്മൾ അമ്മമ്മനെയൊക്കെ കണ്ട് ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ചും വൈകിട്ട് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മമ്മയുടെ അടുത്ത് അവൾ സെറ്റായി. അങ്ങനെ അവൾക്ക് വലിയ പരിചയക്കുറവൊന്നുമില്ല കേട്ടോ. അവൾ ഓക്കെ ആയി. പിന്നെ നിധിയും ഡ്രസ്സ് മാറ്റി. നിധിക്ക് പിന്നെ ഉടുപ്പിട്ടുകൊണ്ട് ഭയങ്കര ചൂടും കാര്യങ്ങളായത്. അവളുടെ ഡ്രസ്സ് അയച്ചു വെച്ചു. നിത്തുവാണെങ്കിൽ പിന്നെ ടീഷർട്ട് ഇടണമെങ്കിൽ ഇവരുടെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.